നമസ്കാരം. നമ്മൾ പഠിക്കാൻ പോകുന്നത് മേരെ ബച്ചെ കോ സിഖായേം 8ാം ക്ലാസ് ഹിന്ദിയിലെ പാഠഭാഗമാണ്. ഇത് എഴുതിയത് എബ്രഹാം ലിങ്കൺ ആണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം തൻ്റെ മകൻ്റെ അധ്യാപകൻ്റെ പേർക്ക് എഴുതിയ ഒരു കത്താണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. 1860 മാർച്ച് 15-ാം തീയതിയാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിലെന്താണെന്ന് നമുക്ക് ഓരോ ലൈനാണ് ഞാൻ വായിച്ചെന്ന് പറഞ്ഞുതരാം. പത്ര എന്ന് പറഞ്ഞാൽ എന്താണ്, ലെറ്ററാണ്. ഓക്കെ. മേരെ ബച്ചേക്കോ സിഖായേം, എൻ്റെ കുട്ടിയെ എങ്ങനെയാണ് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, കുട്ടിയെ പഠിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഗുരുനാഥനോട്. ഈ കുട്ടിയുടെ ഗുരുനാഥനോട് ഉപദേശം പോലെ ജസ്റ്റ് എന്തൊക്കെ ഒരു സജഷൻ പോലെ കൊടുക്കും. ഉപദേശമല്ല, ഒരു സജഷൻ പോലെ കൊടുക്കുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിയ ഗുരുജി, പ്രിയപ്പെട്ട അധ്യാപക, സഫി വ്യക്തി ന്യായപ്രിയ നഹി ഹോത്തെ और നഹി സബ് സച്ച് ബോൾത്തെ ഹെ. എല്ലാവരും ന്യായപ്രിയ അല്ലെങ്കിൽ നീതിമാന്മാരും എല്ലാവരും സത്യം പറയുന്നവരും അല്ല, എപ്പോഴും സത്യം പറയുന്നവരുമല്ല. യഹ്തോ മേരാ ബച്ച കഫീന കഫീ സീഖ് ഹി ലേഗ. ഈ കാര്യം എൻ്റെ കുട്ടി എന്തെങ്കിലും പഠിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഉസേ യഹ് അവശ്യ സിഖായെങ്കി, അവനെ തീർച്ചയായും ഈ കാര്യം പഠിപ്പിക്കണം. എന്ത്? അഗർ ദുനിയാമേം ബദ്മാഷ് ലോഗ് ഹോത്തെ ഹേ തോ അച്ഛേ നേക് ഇൻസാൻ ഫി ഹോത്തെ ഹേ. ഈ ലോകത്തിൽ ബദ്മാഷ് ലോഗ് അല്ലെങ്കിൽ ക്രൂരന്മാരായ ആളുകളുണ്ടെങ്കിൽ നല്ല സ്വഭാവമുള്ള ആളുകളുമുണ്ട്. അച്ഛേ നേക് ഇൻസാൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ആളുകളും ഉണ്ട്. ക്രൂരന്മാരോടൊപ്പം തന്നെ നല്ല സ്വഭാവമുള്ള ആളുകളും ഇവിടെ ഉണ്ട് എന്ന് മകനെ പഠിപ്പിക്കണം. ഇത് അത്യാവശ്യമായി പഠിപ്പിക്കണം. അഗർ സ്വാർത്ഥി രാജനീതിജ്ഞ ഹേ തോ ജനതാ കെ ഹിത് മേ കാം കർണേ വാലെ ദേശ് പ്രേമി ഫി ഹേ. അതായത് സ്വാർത്ഥരായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ജോലി ചെയ്യുന്ന രാജ്യസ്നേഹികളുമുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്നതാണ് നമ്മുടെ സമൂഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉസി യഹ്ഫി സിഖായെങ്കി അഗർ ദുഷ്മൻ ഹോത്തെ ഹേ തോ ദോസ്ത് ഭി ഹോത്തെ ഹേ. അവനെ ഇതുകൂടി പഠിപ്പിക്കുക. ദുഷ്മൻ എന്ത്? ശത്രുക്കളുണ്ടെങ്കിൽ തോ ദോസ്ത് ഭി ഹേ, മിത്രങ്ങളുമുണ്ട്, കൂട്ടുകാരുമുണ്ട്. മുझे पता है कि इसमें समय लगेगा. ഇതിന് കുറച്ച് സമയമെടുക്കുമെന്ന് എനിക്കറിയാം. परंतु हो सके तो उसे यह ज़रूर सिखाएंगी, मेहनत से कमाया एक पैसा भी हराम में मिली नोटों की गड्डी से कहीं अधिक മൂല്യവാൻ है. അതായത് അധ്വാനത്തിലൂടെ നേടുന്ന ഓരോ പൈസയും തെറ്റായ മാർഗത്തിലൂടെ നേടുന്ന നോട്ട് കെട്ടുകളെക്കാളും മൂല്യമുള്ളതാണ്, വിലയുള്ളതാണ്. അധ്വാനത്തിലൂടെ നേടുന്ന ഒരു പൈസയാണെങ്കിലും അത് മോശമായ രീതിയിലല്ല, തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ നേടുന്ന നോട്ട് കെട്ടുകളെക്കാളും മൂല്യവത്താണ് എന്ന് അവന് പറഞ്ഞു കൊടുക്കണം, അവനെ പഠിപ്പിക്കണം. ഉസേ ഹാർന സിഖായേം और जीत में खुश होना भी सिखाएं. അവനെ തോൽക്കാൻ പഠിപ്പിക്കണം. ഹാർന തോൽവിയാണ്, തോൽക്കാൻ പഠിപ്പിക്കണം. അവർ ജീത്ത് മേം ഖുഷ് ഹോനെ ഫി സിഖായെ, ജയത്തിൽ സന്തോഷിക്കാനും പഠിക്കണം. തോൽവിയിലും ജയത്തിലുമൊക്കെ സന്തോഷിക്കാനും പഠിക്കണം. അല്ല എപ്പോഴും ജയം മാത്രം, എപ്പോഴും ജയിപ്പിച്ച് വിട്ടാൽ മാത്രം പോരാ, അവനെ തോൽക്കാനും പഠിപ്പിക്കണം, അതുപോലെ ജയത്തിൽ സന്തോഷിക്കാനും പഠിപ്പിക്കണം. ഹോ സഖ്യത്തോ ഉസേ രാഗ് ദ്വേഷ് സേ ദൂർ രഖേ और उसे अपनी मुसीबतों को हंसकर ढालना सिखाए. അതായത് തൻ്റെ പറ്റുമെങ്കിൽ ഈ സ്നേഹത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും, രാഗദ്വേഷ സ്നേഹത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമൊക്കെ മാറി നിൽക്കാനും, അപ്പനെ മുസീബത്ത് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളെ ഹസ്കർ ചിരിച്ചുകൊണ്ട് ഡാൽന സിക്കായെ നേരിടാനും പഠിപ്പിക്കണം. കഷ്ടപ്പാടുകളെ ചിരിച്ചുകൊണ്ട് നേരിടാൻ അവനെ പഠിപ്പിക്കണം. വഹ് ജൽദി ഹി യഹ് സബ് സീഖേങ്കി ബദ്മാഷോं को आसानी से കാബൂമേം കിയാ ജാ സക്താ ഹേ. എന്താ പറഞ്ഞേ? മോശം സ്വഭാവമുള്ള ആളുകളെ അനായാസം നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുമെന്നും അവൻ എളുപ്പം പഠിക്കട്ടെ. ജൽദി, എളുപ്പം പഠിക്കട്ടെ. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഹി യഹ് സബ് സീഖെ, ഇതെല്ലാം പെട്ടെന്ന് പഠിക്കട്ടെ. എന്ത്? ബദ്മാഷോ, മോശം ആളുകളെ, ആസാനീസെ, വളരെ എളുപ്പത്തിൽ, കാബൂമേം കിയാ, നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവൻ വേഗം പഠിക്കട്ടെ. ഓക്കെ. അഗർ संभव हो तो उसे किताबों की मनमोहक दुनिया में अवश्य ले जाए. ഇനി സാധ്യമാണെങ്കിൽ, അഗർ സാധ്യമാണെങ്കിൽ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ, ഉസേ കിതാബോം കി മൻമോഹക് ദുനിയാമേം അവശ്യ ഹോ ജായേ, അവനെ പുസ്തകങ്ങളുടെ മൻമോഹക് ദുനിയ, മനോഹരമായ ലോകത്തിലേക്ക് തീർച്ചയായും കൊണ്ടുപോകണം. ലേ ജായേ മീൻസ് കൊണ്ടുപോവുക.
സാത് സാത് ഉസേ പ്രകൃതി കി സുന്ദരത, അതിനോടൊപ്പം അവനെ പ്രകൃതിയുടെ സൗന്ദര്യം, നീലെ ആസ്മാൻമേ ഉടുത്തിയ ആസാദ് പക്ഷി, നീലാകാശത്ത് സ്വതന്ത്രമായിട്ട് പറക്കുന്ന പക്ഷി, നീലാകാശത്ത് ഉടുത്തി മീൻസ് പറക്കുക, ആസാദ് പക്ഷി സ്വതന്ത്രനായ പക്ഷി, സുൻഹരി ധൂപമേ ഗുൻഗുനാത്തി മധുമക്കിയ, സ്വർണ്ണ വെയിലത്ത് മൂളിപ്പാട്ട് പാടുന്ന, ഗുൻഗുനാത്തി എന്ന് പറഞ്ഞാൽ മൂളിപ്പാട്ട് പാടുന്ന മധുമക്കിയാം തേനീച്ചകൾ, അവർ പഹാഡ് കെ ഠലാനോം പർ കിൽക്കിലാത്തെ ജംഗലി ഫൂലോം കി ഹസി, ഠലാനോ എന്ന് പറഞ്ഞാൽ ചരിവുകളാണ്, എവിടുത്തെ പഹാഡ് കെ ഠലാനോ, ഈ പർവ്വതങ്ങളുടെ ചരിവുകളിൽ കിൽക്കിലാത്തെ പൊട്ടിച്ചിരിക്കുന്ന ജംഗലി ഫൂലയും, ജംഗലി ഫൂല എന്ന് പറഞ്ഞാൽ കാട്ടുപൂക്കൾ, അവരുടെ ചിരി അല്ലേ, കാട്ടുപൂക്കളുടെ ചിരി, പിന്നെയോ നിഹാർനെതേ, ഇതെല്ലാം അവനെ കാണാൻ അനുവദിക്കണം, അവനെ കാണാൻ, നിഹാർന മീൻസ് അനുവാദം കൊടുക്കുക, ഇതെല്ലാം അവനെ കാണിച്ചു കൊടുക്കണം, ഇതെല്ലാം കാണാൻ അവനെ അനുവദിക്കണം. സ്കൂൾ മേ ഉസേ സിഖായെങ്കി നക്കൽ കർക്കെ പാസ് ഹോനെ സേ ഫെയിൽ ഹോന ബെഹ്തർ ഹേ. എന്താ നക്കൽ കർണ എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ച്, അവനെ സ്കൂളിൽ ഇക്കാര്യം പഠിപ്പിക്കണം. കോപ്പി അടിച്ച് പഠിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കോപ്പി അടിച്ച് ജയിക്കുന്നതിനേക്കാളും നല്ലത് തോൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാഹെ അടുത്ത ബാക്കി നോക്കിയോ, ചാഹെ സഫി ലോഗ് ഉസേ ഗലത് കഹെ परंतु वह अपने विचारों में पक्का विश्वास रखे और उन पर अडिग रहे. എല്ലാ ആളുകളും അവനെ തെറ്റു പറഞ്ഞാലും, ചാഹെ സഫി ലോഗ് ഉസേ ഗലത് കഹെ, എല്ലാ ആളുകളും അവനെ തെറ്റു പറഞ്ഞാലും, പരന്തു പക്ഷേ, എന്നാൽ വഹ അപ്നെ വിചാരോമേ പക്കാ വിശ്വാസ് രഖേ, അവൻ അവൻ്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിചാരങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവനും, ഉൻബർ അഡിഗ് രഹേ, അഡിഗ് എന്ന് പറഞ്ഞാൽ അചഞ്ചലനായി നിൽക്കുക, ഉറച്ചു നിൽക്കുക, മാറാതെ നിൽക്കുക, അങ്ങനെ നിൽക്കുന്നവനുമാകാൻ പഠിപ്പിക്കണം. വഹ് ഫലേ ലോഗോं के साथ नेक व्यवहार करे और बदमाशों को करारा സബക് സിഖായെ, അവനെ നല്ല ആളുകളുടെ കൂടെ കൂട്ടി നല്ല രീതിയിൽ പെരുമാറുകയും മോശമായ ആളുകളെ കടുത്ത പാഠം, കരായ സബക്ക് എന്ന് പറഞ്ഞ ഒരു കടുത്ത പാഠം പഠിപ്പിക്കുകയും ചെയ്യണം. നല്ല ആളുകളോട് നല്ല സ്വഭാവത്തിലും മോശം ആളുകളോട് തിരിച്ച് അവരെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യണം. ആ രീതിയിൽ അവനെ പഠിപ്പിച്ചെടുക്കണം. ജബ് ലോഗ് ഫേഡോं की तरह एक ही एक रास्ते पर चले रहे हो तो उसमें फीड से अलग होकर अपना रास्ता बनाने की हिम्मत है. അതായത് ഈ ലോക് മനുഷ്യർ ഫേഡോം കി തരഹ്, ഫേഡ് എന്ന് പറഞ്ഞാൽ ഈ ചെമ്മരിയാടുകൾ പോകുന്നത് കണ്ടിട്ടില്ലേ, കൂട്ടമായിട്ടാണ് പോകുന്നത് അല്ലേ. അങ്ങനെ ഒരാളുടെ പുറകെ വന്ന ഒരാൾ അങ്ങനെ കൂട്ടമായിട്ടൊരു വഴിയിലൂടെ എല്ലാവരും പോകുമ്പോൾ ആ സ്വന്തം വഴി കണ്ടുപിടിക്കാനുള്ള ധൈര്യം അവന് കൊടുക്കണം. സ്വന്തം വഴിയെ നടക്കാനും അത് കണ്ടുപിടിക്കാനും അതുവഴി നടക്കാനും മറ്റുള്ളവരെ കൊണ്ടുവരാനുമുള്ള ഒരു ധൈര്യം, ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്, ആ ധൈര്യം അവന് കൊടുക്കണം. ഉസേ സിഖായെങ്കി, അവനെ ഇതും കൂടെ പഠിപ്പിക്കണം. എന്ത്, വഹ ഹരേ കി ബാത് കോ ധൈര്യപൂർവക് സുനെ ഫിർ ഉസേ സത്യ കി കസൗട്ടി പർ ഉസേ കസേ ഔർ കേവൽ അച്ചായി കോ ഹി ഗ്രഹൺ കരേ. ഇനി അവൻ എല്ലാ കാര്യങ്ങളെയും, ഈ കാര്യം കൂടെ പഠിപ്പിക്കുന്ന എന്താണ്, എല്ലാ കാര്യങ്ങളെയും ധൈര്യത്തോടു കൂടി കേൾക്കണം. പിന്നെയോ എന്നിട്ട് ആ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യത്തിൻ്റെ ഉരകല്ലിൽ ഉരച്ച് അത് ശരിയാണോ അതിലകത്ത് നല്ല കാര്യങ്ങൾ മാത്രം അവൻ ഉൾക്കൊള്ളണം. ഈ കസൗട്ടി പർ ഉസേ എന്ന് പറഞ്ഞാൽ ഒരകല്ലിൽ ഉരയ്ക്കുക, നമ്മുടെ ഈ സ്വർണ്ണമൊക്കെ ഉരച്ച് വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് നല്ലത് മാത്രം അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് ഉൾക്കൊള്ളാനും കൂടെ അവനെ പഠിപ്പിക്കണം. അഗർ ഹോ സക്കേത്തോ ഉസേ ദുഃഖമേ ഫി ഹസ്നേക്കി സീഖ്ദേ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവന് ദുഃഖത്തിലും പുഞ്ചിരിക്കാൻ കഴിയും. അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ദുഃഖങ്ങളുണ്ടാകുമ്പോഴും എല്ലാം അവന് പുഞ്ചിരിക്കാൻ കഴിയും. ഉസേ സമച്ചായെങ്കി അഗർ രോനാഫി പടേത്തോ ഉസ്മേ കോയി ശർമ്മ കി ബാത്ത് നഹി ഹെ. ശർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജിക്കുക, ലജ്ജ. അപ്പോൾ ഉസേ അവനെ ഇത് പഠിപ്പിക്കണം. അഗർ രോനാഫി പടേത്തോ, കരയുന്നതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല, കരയേണ്ടി വന്നാൽ ലജ്ജിക്കേണ്ട കാര്യമില്ല, നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല എന്നവനെ പഠിപ്പിക്കണം. വഹ് ആലോചകോങ്കോ നസർ ആസാദ് കരേ वह आलोचकों को नज़र अंदाज करे और ചാടുകാരോം സേ സാവധാൻ രഹേ. എന്താണ് പറഞ്ഞത്, അവർ വിമർശകരെ അവഗണിക്കുകയും മുഖസ്തുതിക്കാരെ, ചാടുകാർ എന്ന് പറഞ്ഞാൽ മുഖസ്തുതിക്കാരെ ശ്രദ്ധിക്കുകയും വേണം. എന്നിട്ടോ
वह अपने शरीर की ताकत के बलबूते पर भरपूर कमाई करे, परंतु अपनी आत्मा और अपने ईमान को कफी न बेचे. അവൻ വഹ അപ്നെ ശരീർ കി താക്കത്ത് എന്ന് പറഞ്ഞ ശക്തി, അവൻ്റെ ശരീരത്തിൻ്റെ ശക്തി പ്രയോജനപ്പെടുത്തി, ബൽബൂത്തെ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തി ഫർപൂർ കമായി കരെ സമ്പാദിക്കണം. ശരീരത്തിൻ്റെ ശക്തി പ്രയോജനപ്പെടുത്തി അവൻ സമ്പാദിക്കാൻ പഠിപ്പിക്കുക. പരന്തു അപ്നി ആത്മാ ഔർ അപ്നെ ഈമാൻ കോ കഫീന ബേച്ചെ, അവൻ്റെ ഈമാൻ അല്ലെങ്കിൽ സത്യസന്ധതയും അവൻ്റെ ആത്മാവും ഒരു കാരണവശാലും വിൽക്കരുത് എന്നും പറയണം. അത് പണയപ്പെടുത്തി ഒരിക്കലും സമ്പാദിക്കരുത്, കഠിനാധ്വാനം കൊണ്ട് സമ്പാദിക്കാൻ അവരോട് പറയണം. ഉസ്മേം ശക്തി ഹോത് കി ചില്ലാത്തി ഫീഡ് കെ സാമനെ ഫി ഖടാ ഹോക്കർ അപ്നെ സത്യ കെ ലിയെ ജൂജ്താ രഹേ. അതായത് അലറുന്ന ആൾക്കൂട്ടത്തിന് മുന്നിലും നിവർന്ന് നിന്ന് സത്യത്തിന് വേണ്ടി പോരാടാൻ, ഖടാഹോക്കർ എന്ന് പറഞ്ഞാൽ നിവർന്ന് നിന്ന് സത്യത്തിന് വേണ്ടി ജൂജ്ത പോരാടാൻ വേണ്ടി അവന് പറഞ്ഞു കൊടുക്കണം. ആപ് ഉസേ തസല്ലി സേ സിഖായേ, താങ്കൾ അവനെ സമാധാനത്തോടെ പഠിപ്പിക്കൂ. പരന്തു ബഹുത്ത് ലാഡ് പ്യാർ മേ ഉസേ ബിഗാഡേ നഹി, ഒരുപാട് ലാഡ് പ്യാർ ലാളിച്ച്, ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ലാളിച്ച് അവനെ എന്ത് ചെയ്യരുത്, ബിഗാഡേ നഹിയും വഷളാക്കി കളയരുത്. ഉസേ ഹമേശ ऐसी सीख देखी मानव जाति पर उसकी അസീം ശ്രദ്ധ ബനി രഹേ, മനുഷ്യ സമൂഹത്തോട് അതിരില്ലാത്ത, അസീം എന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത, വേലികളില്ലാത്ത, അതിരുകളില്ലാത്ത ബഹുമാനമുള്ളവരായി തീരാൻ അവനെ എന്നും പഠിപ്പിക്കണം. ഓക്കെ, മേനെ അപ്നെ പത്രമേ ബഹുത്ത് കുച്ച് ലിഖാ ഹെ, ഞാൻ എൻ്റെ ഈ ലെറ്ററിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി. ദേഖേ, നോക്കൂ, ഇസ്മേ സേ ക്യാ കർണ സംഭവ് ഹെ, ഇതെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ദേഖേ ഇസ്മേ സേ ക്യാ കർണ സംഭവ്, ഇതിൽ എന്തെല്ലാം സാധ്യതകൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗുരുനാഥന് വേണ്ടിയിട്ട്, മകൻ്റെ ഗുരുനാഥന് വേണ്ടിയിട്ട് അവനെ പഠിപ്പിക്കേണ്ടത്, അവനെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളല്ല, അവന് ജീവിതത്തിൽ ഉയരാൻ വേണ്ടി പഠിപ്പിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി മാത്രമല്ല, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഒരു സമഗ്രമായിട്ടുള്ള വ്യക്തിത്വ വികസനത്തിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എബ്രഹാം ലിങ്കൺ ഈ ഒരു ലെറ്ററിലൂടെ, അധ്യാപകന് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പാലിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുകയും മഹാന്മാരായി തീരുകയും ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ഒന്ന് ഓർത്തിരിക്കുക.